അപ്പൊ നമ്മൾ ഇന്ന് ദേവൂട്ടന്റെ അടുത്ത് വന്നാണ്. ദേവൂട്ടനെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ദേവൂട്ടൻ ഹലോ. ദേവൂട്ടന്റെ അടുത്ത് വന്ന വേറെ ഒന്നും കൊണ്ടല്ല, ദേവൂട്ടന് ഈ അടുത്ത് ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി. അപ്പൊ അതും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നത്. എവിടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ഇതെന്താണ് ഇവന്റെ പേര്? യൂട്യൂബ് ജീപ്പ്. എന്താണ് ജീപ്പ് മേടിച്ചാലുള്ള കാരണം? എന്താണ്? എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പപ്പ മേടിച്ചതാണ്. അത് ജീപ്പ് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ജീപ്പ് മേടിക്കാൻ എന്താണ് കാരണം? എന്താ മോൻ പറഞ്ഞിട്ട് മേടിച്ചതാണോ അല്ലെങ്കിൽ പപ്പയുടെ ഇഷ്ടത്തിന് മേടിച്ചതാണോ? ഇഷ്ടത്തിന് മേടിച്ചതാണ്. ഓടിച്ചൊക്കെ നോക്കിയിട്ട് എന്തുണ്ട്, സാധനം കൊള്ളാമോ? എല്ലാം കൺട്രോളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ദേവൂട്ടനും പിന്നെ ആരക്കൂടിയൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ അപ്പനും അമ്മയായിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഒരുമിച്ചിരുന്നൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? എല്ലാവരും പോയി. അവിടെ അച്ചാച്ചനൊക്കെ എന്ത് പറഞ്ഞു? ദേവൂട്ടന് ഓടിക്കൽ കണ്ടിട്ട് എന്ത് പറഞ്ഞു? കൈയൊക്കെ സൂപ്പറായി, സ്റ്റിയറിംഗ് ഒക്കെ പക്കയാ. അപ്പൊ നമുക്ക് ദേവൂട്ടന്റെ ഓടിക്കലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വണ്ടിയുടെ വിശേഷങ്ങളും നമുക്ക് പുറകെ പങ്കുവെക്കാം. അപ്പൊ നമ്മുടെ ദേവൂട്ടനെ ഓടിക്കണൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇനി ഇതിന്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ പോണ്. സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. അപ്പൊ ഒന്ന് ഓടിച്ചു നോക്കാം. എടുക്കുമ്പോ തന്നെ ഒരു കുതിപ്പാണ് ട്ടോ സാധനം. പൊളിച്ചു വിടാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഒരു ഓഫ് റോഡാണല്ലോ, നമുക്ക് റോഡിലൊന്നും ഇറക്കി ഓടിക്കാൻ പറ്റില്ല. ഓഫ് റോഡാണ് സംഭവം. പൊളിക്കാൻ പറ്റിയ സാധനമാണ് ട്ടാ. ഞാൻ പറയുന്നതൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല, വണ്ടിയുടെ സൗണ്ടും കൂടി ഉള്ളതുകൊണ്ടേ. അടിപൊളി. ഇപ്പുറത്ത് നിങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഹാൻഡിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ. അടിപൊളിയാണ്. അപ്പൊ ബാക്കി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആളോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ ദേവൂട്ടന്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്, അനൂപ് പി സി നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പൊ ദേവൂട്ടന് ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏട്ടിയുടെ ഒരു ജീപ്പായിരുന്നു, ബൈക്ക്. അപ്പൊ അത് നല്ലോണം ഓടിച്ചാൽ പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോ നമ്മളൊരു സ്റ്റിയറിംഗിന്റെ ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്. ചെറിയ വണ്ടികൾ ആദ്യം ഉണ്ടായിരുന്നു, വണ്ടികളോട് ഭയങ്കര ക്രൈസാ. സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള പോലെ കൊടുത്താണ് ഈ വണ്ടി. അയാൾ നല്ലപോലെ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ കൈയൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ പക്ക നമ്മളെങ്ങാട്ട് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, നല്ല കൺട്രോൾ ഉണ്ട്. ഇപ്പൊ ദേവൂട്ടന് ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പൊ 7 വയസ്സ്. 7 വയസ്സ്. അപ്പൊ ഈ ഒരു വണ്ടി, ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ ശരിക്കും റോഡിൽ ഇറക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടികൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ മാത്രം, ഫാമുകൾ അല്ലെങ്കിൽ റിസോർട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിക്കാം. അപ്പൊ ഇതിന് ഇൻഷുറൻസോ അല്ലെങ്കിൽ റോഡ് ടാക്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറക്കാൻ പാടില്ല. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ സാധനം മേടിച്ചത്? ഇത് ഗുജറാത്തിൽ നിന്നാണ്. അവര് ഇത് മേക്ക് ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എത്തിച്ചേരും, ഓർഡർ ചെയ്ത് അവര് എത്തിച്ചേരും. എന്ത് വില വന്നു ഈ സാധനം? ഇതിന് 2 ലക്ഷം രൂപ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അതിന്റെ കൊറിയർ ചാർജ് വേറെ വരും, പാഴ്സൽ ചാർജും വരും. അപ്പൊ ഇത് എങ്ങനെ, പെട്രോൾ ആണോ? പെട്രോൾ എഞ്ചിൻ. പെട്രോൾ ആണ്. 10 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. എത്ര ലിറ്റർ? 10 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ എത്ര മൈലേജ് എത്ര കിട്ടും? അവര് 55-60 പറയുന്നത്. 60 പെർ ലിറ്റർ കിട്ടും. അപ്പൊ നമ്മൾ ഓടിച്ചിട്ട് എങ്ങനെയാണ് പെർഫോമൻസ്? ഏകദേശം 45-50 അടുത്ത് നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് റണ്ണിംഗ് ഇല്ലല്ലോ. കണ്ടിന്യൂസ് റണ്ണിംഗ് ഇല്ല. അതാണ് ഞാൻ ചോദിക്കാൻ വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു സാധനം മേടിക്കുമ്പോ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ കുറച്ചു നേരം നമ്മൾ ഓടിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ വീട്ടില് ഇതുപോലെ കസിൻസും ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഇത് ഓടിച്ചൊക്കെ നോക്കാറുണ്ടല്ലോ? എല്ലാവർക്കും ഓടിക്കാം. ശരിക്കും ഇത് കുട്ടികളിലല്ല, നമുക്ക് വലിയവർക്ക് ഓടിക്കാനുള്ള വണ്ടിയാണ്. പണ്ട് നമ്മുടെ ഗോൾഫിന്റെ ഗ്രൗണ്ടുകളിലൊക്കെ ഓടിച്ചിരുന്ന വണ്ടിയാണ്. അത് ശരി. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രെൻഡിലേക്ക് ഇത് മാറി തുടങ്ങിയത്.
അപ്പൊ ഇത്രയും വിലയുള്ള ഒരു വണ്ടി മേടിച്ചപ്പോഴേ വീട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല? എന്റെ ഫാദർ പോലീസിലാണ്. അത് ശരി. ഡ്രൈവിംഗ് ഫീൽഡ് ഭയങ്കര താല്പര്യമുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വണ്ടിയായിട്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. അച്ഛനാണ് ആളെ കൊണ്ട് നടക്കുന്നതും ഡ്രൈവിംഗ് പഠിപ്പിച്ചതും അച്ഛൻ തന്നെ. അത് ശരി. അപ്പൊ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്? ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത്. ഓ അത് ശരി. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് മൊത്തത്തില് സ്പെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റും? ഇതിപ്പോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്, 200cc. അതിലിപ്പോ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് 4 വരുന്നത്. ഒരു 50-60 കിലോമീറ്റർ സ്പീഡ് മാക്സിമം സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, ഫോർവേഡ് ന്യൂട്രൽ റിവേഴ്സ് അവർക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, സാധാരണ ഒരു ആക്സിലേറ്ററും ബ്രേക്കും. അതാണ് മൊത്തം സ്പെക്ക് വരുന്നത്. അതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴേ പലർക്കും ഇങ്ങനെ മേടിച്ചാൽ കൊള്ളാന്നൊക്കെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഒരുപാട് ആൾക്കാർ വിളിച്ചായിരുന്നു. ഇതിപ്പോ ഇൻസ്റ്റയിൽ അത്യാവശ്യം വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അതെ, ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ. അത്യാവശ്യം വൈറലായി. 6 ലക്ഷം അത് 1.3 മില്യൺ അത്ര കിട്ടി. അപ്പൊ അത് നിസ്സാര ദിവസം കൊണ്ട് കിട്ടിയതാണ്. 2 ദിവസം കൊണ്ട് അത് കയറി. അപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. കൂടുതൽ അമ്മമാരൊക്കെയാണ് വിളിക്കുന്നത്, കുട്ടികളുടെ. ടോയ് കാറാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം വിളിച്ചത്. റൈറ്റിംഗ് കാര്യങ്ങളും കേട്ട് കഴിയുമ്പോഴാണ് 2-3 ആൾക്കാർ പർച്ചേസ് ചെയ്തതാണ് ഞാൻ അറിഞ്ഞത്. അത് ശരി. അപ്പൊ അവരെ നമ്പർ ആർക്കെങ്കിലും താല്പര്യം നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി നമ്പർ ഇതിൽ കാണിക്കാൻ ചെയ്യാം. അതെ, കാണിക്കാം. ഓക്കെ. ഈ സ്പെഷ്യൽ ജീപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സുഹൃത്താണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.